ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ലേഡീസ് ഹോസ്റ്റലൊന്ന് കാണാം കേട്ടോ. ഇവിടെ ഹോസ്റ്റലിൽ 4-5 ബ്ലോക്കുകളുണ്ട്. ഇവിടെ ആദ്യം വന്ന സമയത്ത് തന്നെ ഹോസ്റ്റൽ ബ്ലോക്കിൻ്റെ പേര് കേട്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിരുന്നു കേട്ടോ. അനക്സ്, മുല്ല, പാരിജാതം, എവറസ്റ്റ് ഇതൊക്കെയാണ് ഓരോ ബ്ലോക്കിൻ്റെയും പേരുകൾ. ഇവിടെ ഹോസ്റ്റലിൽ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ. പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ അവർ നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ എത്ര നന്നായിട്ടാണെന്നറിയോ, ഓരോ ചെടിയാണെങ്കിലും മരങ്ങളാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് കെയർ ചെയ്യുന്ന ഒരു രീതി തന്നെ ഭയങ്കര. ഈ കാണുന്ന ഈ റോഡ് ഉണ്ടല്ലോ, അവിടെ ഇതുവരെ ഞാവൽപ്പഴങ്ങൾ വീണ് കിടക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അത് പോയതാട്ടോ. ഇവിടെ എംഎഡ് സ്റ്റുഡൻസും PhD സ്കോളേഴ്സും ഒക്കെ ഈ ബ്ലോക്കിലുണ്ട്. ഞങ്ങളുടെ ഈ ബ്ലോക്കിന് മുന്നിൽ നിറയെ കോളാമ്പി ചെടികളുണ്ട് കേട്ടോ. ഇതായി കാണുന്ന ഈ മഞ്ഞ പൂക്കൾ. പിന്നെ ഇറങ്ങുന്ന ഈ ഭാഗത്ത് തന്നെ എന്താ ഈ കാണുന്നൊരു നെല്ലിമരം ഉണ്ട്. അതുവരെ ഫ്രൂട്ട് ചെയ്തില്ല. സ്റ്റാർ ഫ്രൂട്ട് ആയിക്കോട്ടെ, ജാതിക്ക ആയിക്കോട്ടെ, അഡ്മിക്ക ആയിക്കോട്ടെ, ഞാവൽപ്പഴായിക്കോട്ടെ, മാമ്പഴായിക്കോട്ടെ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന മരങ്ങൾ ഈ ഹോസ്റ്റലിൽ. വീഡിയോ എടുക്കാൻ പോകുന്ന വഴിക്ക് ഈ ബട്ടർഫ്ലൈയും കൂടിയിട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണ് റൂബിക്ക മരമുള്ളത്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് റൂബിക്ക വീണ് കിടക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന 2-3 പെറുക്കിയെടുത്തു. ഈ കാണുന്ന ഫ്ലവേഴ്സ് ഭയങ്കര ഭംഗിയാട്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ഫീലാടോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കാണുന്നതാണ് കേട്ടോ ബോട്ടിൽ ബ്രഷ് പ്ലാന്റ്. ഈ ഫ്രൂട്ടിന് നിങ്ങൾ എന്ത് പേരാ പറയുന്നത്? ഞങ്ങൾ മുട്ടപ്പഴം എന്നാണ് പറയലില്ല. ഇത് അധികം ആർക്കും വേണ്ടാത്തതുകൊണ്ട് തന്നെ താഴെ വീണ് കിടക്കുക കേട്ടോ. കിളികളൊക്കെ കൊത്തിയ ഫ്രൂട്ടാണ് ആ കാണുന്നത്. ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് ഇത് എടുത്തു കൊണ്ടുവന്ന് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കെന്തോ ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പെറുക്കാൻ പോകാറില്ല. പക്ഷെ റൂബിക്ക് ഞാൻ പെറുക്കാൻ പോകാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് എവറസ്റ്റ് ബ്ലോക്കിലേക്കാണ്. ആ കാണുന്നതാണ് കേട്ടോ എവറസ്റ്റ് ബ്ലോക്ക്. ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരമുള്ളത്. ഇത് നിറയെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ എണ്ണം കേട് വന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരെണ്ണം എടുത്ത് നോക്കി, അതിൽ പുഴോ എന്തോ ഒരു ജന്തു ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ക്യാമ്പസിലേക്ക് വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണല്ലോ യെല്ലോ ഫ്ലവർ. നമ്മൾ അരാച്ചിസ് ഗ്ലാബ്രേറ്റ എന്നാണ് അതിനെ സയൻറ്റിഫിക്കലി പറയുക. അത് ഹോസ്റ്റലിലുണ്ട് കേട്ടോ. ഒരു സീസൺ ആകുമ്പോൾ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ എവറസ്റ്റ് ബ്ലോക്കിൻ്റെ ഇങ്ങോട്ട് ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ നിറയെ മരങ്ങളുണ്ട്. ഈ കാണുന്നൊരു മാവിലൊക്കെ ഈ അടുത്ത് വരെ നിറയെ മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ചെറുതായിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.